ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളൊരു മധുര പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യിലേക്ക് ഞാനൊരു 1.5 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിരുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ തേങ്ങ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം തേങ്ങ വറുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കണേ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം ശർക്കരയിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുത്തിരുന്നതാണ്. അത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 2 ഏത്തപ്പഴം കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1-2 ഏലക്കയുടെ കുരുവില്ലേ, അതൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു അവലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ, അത് കാരണം നമുക്ക് ഇതിലേക്കൊരു കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റവ ചേർത്ത് മിക്സ് ആയതിന് ശേഷം ഇതിലുള്ള ഈ പഴമൊക്കെ ഇല്ലേ, അതൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചും കൂടി കൊടുക്കണേ. നമുക്കിത് ഉരുളകളാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ പഴമൊക്കെ ഒന്ന് ഒത്തിരി ഉടയ്ക്കേണ്ട, എന്നാലും ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് എണ്ണ കയ്യിലൊന്ന് തൂത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണേ. കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ ഉരുളകളാക്കി നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കണ്ടില്ലേ, ഈ രീതിയിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു തേങ്ങ വറുത്തതില്ലേ, അതിലായിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തും കൂടി എടുക്കണേ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവനും ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വാഴയില വാട്ടിയിട്ട് അതൊന്ന് കീറിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പീസിലേക്ക് ഇതേപോലെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു കുമ്പിള് പോലെ ഒന്ന് കവർ ചെയ്തെടുക്കണേ. ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ട് ഈ വാഴയിലയുടെ ആ ഒരു നാരില്ലേ, അതുപോലെ ഒരു ചെറിയൊരു നാരെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് കെട്ടിയും കൂടി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഈ രീതിയിൽ തന്നെ നമുക്ക് മുഴുവനും ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊന്ന് വാഴയിലയിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിപ്പാത്രത്തിന് തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചും കൂടി എടുക്കണം. ഇത് വെന്തതാണെങ്കിലും ഈ വാഴയിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കണേ. അപ്പോൾ ഇത് ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഇത് ആവിയൊക്കെ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും, പിന്നീട് ഒരു മൊത്തത്തിൽ 10 മിനിറ്റ് മതി ഇട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ തട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.